നമസ്കാരം. ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ചില മുൻസിഫ് കോടതികൾ ഉത്തരവുകൾ നൽകുവാൻ ഒരുപാട് താമസിക്കുന്നു. എല്ലാ കോടതികളും ഇല്ല, ചില കോടതികൾ. ആ കോടതികളെ കുറിച്ച് നമ്മൾ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ പുതുതായിട്ട് കയറിയിട്ടുള്ള ചില മുൻസിഫുകളാണ്. അതുകൊണ്ട് തന്നെ ചില പുതുതായിട്ട് കയറിയ മുൻസിഫുകൾക്ക് ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഒരുപക്ഷെ കുറവായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ഉത്തരവ് പറഞ്ഞാൽ അതിനകത്തുള്ള പേടി ഉണ്ടായിരിക്കാം. എന്തായാലും ഉത്തരവുകൾ വെച്ച് താമസിക്കുന്നു. അത് ജനങ്ങളോട് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഉദാഹരണത്തിന്, വളരെ പ്രാധാന്യമുള്ള ഒരു കേസ്, ഒരു സൂട്ട് ഒരു മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്താൽ, എല്ലാ മുനിസിപ്പൽ കോടതിയല്ല, ചില മുനിസിപ്പൽ കോടതികൾ ഫയൽ ചെയ്താൽ അന്ന് തന്നെ ഒരുപക്ഷെ അതിനകത്തൊരു IA ഉണ്ടാവും, ഒരു ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷൻ ആയിരിക്കും. അത് എന്നെ വഴിതടക്കാൻ സമ്മതിക്കുന്നില്ല, അതായിരിക്കും അതിൻ്റെ ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് എതിർകക്ഷികളെ തടയണം എന്നുള്ളൊരു IA ആയിരിക്കാം. അന്ന് തന്നെ വാദം കേട്ട് കഴിഞ്ഞാൽ 10 ദിവസമായാലും അതിനൊരു ഉത്തരവ് തരാത്ത ചില കോടതികളുണ്ട്. അപ്പൊ ഇത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. നീതി വൈകിപ്പിക്കുന്നത് തന്നെ നീതി നിഷേധം തന്നെയാണ്. ഇതിനൊരു പരിഹാരം ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള ഈ കോടതികളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാത്തത് കൊണ്ടാണ്, മേൽ കോടതികൾ കൃത്യമായിട്ട് നിരീക്ഷിക്കാത്തത് കൊണ്ടാവാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു IAക്ക് വാദം പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഒരു ഉത്തരവ്, അത് അനുകൂലമായാലും പ്രതികൂലമായാലും, അത് കൊടുക്കേണ്ട ഒരു ചുമതല ഈ മുനിസിപ്പലുകൾക്കുണ്ട്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരോടാണ് പരാതിപ്പെടേണ്ടത്? പാവപ്പെട്ട ജനങ്ങൾ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്. ഇതിനൊരു പരിഹാരം മേൽക്കോടതികൾ തീർച്ചയായിട്ടും ഇതിൽ ഇടപെടുക തന്നെ വേണം. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ കോടതികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടണം. എന്തുകൊണ്ടാണ് ഒരു അർജന്റ് ആപ്ലിക്കേഷൻ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു അർജന്റ് സൂട്ട് ഫയൽ ചെയ്തിട്ട് അതിന്റെ IA വാദം പറഞ്ഞാൽ ഇത്രയും ദിവസം വെച്ച് താമസിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു മറുപടി ഉണ്ടാവണം. അത് മാറ്റപ്പെടണം. തീർച്ചയായിട്ടും അത് വിത്തിൻ 24 hours അതിന് ഒരു തീരുമാനം ഉണ്ടാവണം. ആ ഒരു IAക്ക് ഒരു തീരുമാനം ഉണ്ടാകണം. അതുപോലെ തന്നെ ചില കോടതികളിലെ സ്റ്റാഫുകൾ, ഒന്നും ചെയ്യാതിരിക്കുന്ന സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ട് നമ്മളെ കോടതികളിൽ. എന്നാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന സ്റ്റാഫുകളും ഉണ്ട്. അവരെയൊക്കെ ബഹുമാനിക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യാത്ത കുറെ സ്റ്റാഫുകളെ കുറിച്ചാണ് പറയുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കി സ്ഥലം കാലിയാക്കുന്ന കുറെ സ്റ്റാഫുകളുണ്ട്. അവരാണ് മറ്റുള്ളവരെ ജോലി ചെയ്യിപ്പിക്കാത്ത കുറെ സ്റ്റാഫുകൾ. ചില ആൾക്കാർ ഒരു ചെയറിലിരിക്കുന്നവർ വന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല. ഇപ്പം കുടുംബ കോടതികളിൽ വിവാഹ മോചന സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ആൾ ഒരാഴ്ച വന്നില്ലെന്നുണ്ടെങ്കിൽ ആ വിവാഹമോചനം ലഭിച്ച ആ ഒരു ഓർഡർ കിട്ടില്ല. എന്നാൽ പകരത്തിന് വേറെ ഒരാളെ ഏൽപ്പിക്കത്തുമില്ല. അയാൾ സുഖമായതിനു ശേഷം വന്നതിന് ശേഷം മാത്രമേ ആ ഓർഡർ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വിവാഹമോചനമൊക്കെ നേടുക എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹം നടന്നു, അതിനകത്തുള്ള തിക്ത അനുഭവം കൊണ്ട് ആ വിവാഹം വേണ്ടാന്ന് വെച്ചു, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ടിരിക്കുമ്പോൾ അവരെയൊക്കെ ഇത്രയും വെച്ച് താമസിപ്പിക്കുക. ഒരു കോടതി ഉത്തരവായി വിവാഹമോചനം അനുവദിച്ചു, ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഉത്തരവിന്റെ കോപ്പി അത് ഇഷ്യൂ ചെയ്യുന്ന ആൾ ലീവാണെങ്കിൽ അയാൾ ലീവ് കഴിഞ്ഞ് വരുന്നത് വരെ അവിടെ ഇരിക്കുക ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്യാത്ത ഈ പറയുന്ന പോലെ MACT കോടതികളിൽ, അവിടെ ഇൻഷുറൻസ് കമ്പനികൾ ക്യാഷ് കെട്ടിവെച്ചാൽ പോലും മിക്ക കേസുകളിലും അത് കൃത്യമായിട്ട് അത് കക്ഷിക്ക് എത്താറില്ല.
അതുപോലെ തന്നെ ഈ ഒരു MACT കോടതികളിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി വന്ന് 1 മാസത്തിനുള്ളിലെങ്കിലും എതിർകക്ഷിക്ക് അവരുടെ ആ ഒരു തുക കൈമാറാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. 3 മാസത്തിനുള്ളിലേ അത് കൊടുക്കാൻ ഇപ്പോഴുള്ള വ്യവസ്ഥ അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ 3 മാസം 3 മാസം തുടങ്ങുന്നത് വരെ അല്ലെങ്കിൽ 3 മാസം അവസാനിക്കുന്നത് വരെ ഈ തുക അവിടെ കിടക്കും. കൃത്യമായിട്ട് ആ ജോലികൾ ചെയ്താൽ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇതിനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, അവരുടെ ഒരു മോണിറ്ററിങ് ഇത് ആവശ്യമാണ്. ഇതൊന്നും ആരും തുറന്നു പറയാറില്ല. ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ ഏതെങ്കിലും കേസിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നുള്ളത് കൊണ്ടാവാം ആരും പറയാത്തത്. പക്ഷേ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ തുറന്നു കാണിച്ചെങ്കിൽ മാത്രമേ മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ബോധ്യമാവുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും മേലുദ്യോഗസ്ഥന്മാരുടെ മുമ്പിലെത്തുകയും അവരുടെ കണ്ണു തുറക്കുകയും ഈ പറയുന്ന പരാതികൾ ഇതൊരു പരാതിയായിട്ട് പരിഗണിക്കുക, ഈ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടപടികൾ കൂടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഇനി കാണാം. നന്ദി, നമസ്കാരം.